ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ പാലക്കാട് മലമ്പുഴ ഡാം കാണാമെന്ന് വെച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ സമയത്ത് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കടഞ്ഞാനും ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. പാലക്കാടിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, പാടങ്ങളും എല്ലാം കൂടിയിട്ടായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല അന്ന് ചൂടും ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ചൂടല്ലായിരുന്നു. വിഷുവിൻ്റെ തലേന്നായ കാരണം കൊണ്ട് നല്ല പടക്കങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം, ഒരു നാച്ചുറൽ ഫീലാണ് നമുക്ക് അന്ന് അതിനൊക്കെ പോകുമ്പോൾ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ, ഞങ്ങൾ ഇവിടുന്ന് ഒരു 9:30 പോകുമ്പോൾ, ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. അവിടെ എത്തുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് കയറിയത്. ഭക്ഷണം കഴിച്ച് അവിടെ എത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ ഡാമിലേക്ക് കയറാൻ ചെന്ന് നോക്കുമ്പോഴാണ് പറയുന്നത്, ഡാമിൽ പണി നടക്കുന്നത് കൊണ്ട്, മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഏതായാലും മണ്ടല്ല, അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു ഫിഷിൻ്റെ. അപ്പോൾ അത് കാണാൻ വേണ്ടി കയറിയിട്ടാണ്. അത് കുഴപ്പമില്ല, 30 രൂപ തോന്നുന്നുണ്ട് ഫീസ്. അപ്പോൾ അതിലുള്ള ഫിഷുകളെയൊക്കെ കണ്ടു. അതന്നെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല നല്ല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, അവിടെ സത്യം പറഞ്ഞാൽ അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റോപ്പ് വേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയം ശരിയായില്ല. ഒരു 1:30-2 മണി, നല്ല വെയിലുള്ള സമയമല്ലേ. അതുകൊണ്ട് ആരും അതിലൊന്നും കയറിയില്ല. മക്കളൊക്കെ നടന്നുണ്ടാക്കിയിട്ട് വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ, അവരൊക്കെ അവശനായി. മക്കളൊക്കെ വെള്ളം കുടിച്ചിട്ടും പോയ ടൈം ശരിയായില്ല. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഈ ഒരു വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 3-3:30 കൂടിയിട്ടൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇതൊന്നും ഉണ്ടായില്ല, നേരത്തെ പോയ കാരണം കൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു ട്രിപ്പ്. പിന്നെ എന്തെങ്കിലും വേണ്ട വെച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നേരെ അവർ പറഞ്ഞെന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടിയും പോയാലൊക്കെ നല്ല കാട് പ്രദേശമുണ്ട്, മലകളും എല്ലാം കൂടിയിട്ടായിട്ട്. പിന്നെ വെറുതെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി. നല്ല സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഒരു ചെറിയൊരു കായൽ പോലെ തോന്നി, ചുറ്റുഭാഗം പർവ്വതം പോലെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ അവിടെ ഞങ്ങളൊന്ന് ഇറങ്ങി, മക്കൾ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു. കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നുള്ളൂ, അമ്മാതിരി വെയിലും കാര്യങ്ങളായിരുന്നു. വെയിലിൻ്റെ ശക്തി മാത്രമല്ല, ഒരു പ്രത്യേകത ഒരു പുഴുക്കും. പിന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്ഥലം. ഇപ്പോൾ വെള്ളമൊക്കെ കുറവായ കാരണം തോന്നണം, മഴയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുറ്റുഭാഗം നമ്മളിങ്ങനെ അവിടെ നിന്നാൽ ചുറ്റുഭാഗം അങ്ങനെ മലനിരകളായിട്ട് നല്ലൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഒരു 2:30-3 മണിയാകുമ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ അവിടെ അടുത്ത് തന്നെ ഒരു ലുലു മാളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കയറി ചെറിയ പർച്ചേസിങ് ഒക്കെ നടത്തി. അപ്പോൾ വിഷു ആയ കാരണം വെറൈറ്റി പായസങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം.